കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള ആദരവുള്ള റമ്പാച്ചന്മാർ, വൈദിക സഹോദരങ്ങൾ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, അനുഗ്രഹകരമായ ഒരു ആരാധനാ മധ്യേ തിരുവചന ധ്യാനത്തിനായി നാം ദൈവസന്നിധിയിൽ സമയം വേർതിരിക്കുന്നു. മഹാപരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിൽ നമുക്കൊരുമിച്ചായിരിക്കാനിടയാക്കുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സാരഥികളിൽ ഒരാളായ റൂസോ റിബലുകളെ സംബന്ധിച്ച് നന്നായി അവതരിപ്പിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കൺഫെഷൻസ് എന്ന ബുക്കിനകത്ത് അതിനെ സംബന്ധിച്ച് വ്യക്തമായ ചില ധാരണകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെക്കാൾ വ്യത്യസ്തനാണ് എന്ന ആത്മവിശ്വാസം ആൾക്കൂട്ടത്തിൻ്റെ മുഖമില്ലായ്മയിൽ കലഹവാസനയുള്ള ചില വ്യക്തികളെ ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലൂടെ സാധിച്ചു. ആയതുകൊണ്ട് ആ കാലയളവിൽ ഹിപ്പി സംസ്കാരം, അതുപോലെ തന്നെ അസംബന്ധ നാടകങ്ങൾ, വ്യത്യസ്തതയാർന്ന ജ്വലിച്ച ഉൾക്കാഴ്ചയുള്ള ചില സാമൂഹിക ജീവികളെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും നാം ആയിരിക്കുന്ന ഒരു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് അസാധാരണ ശേഷിയുള്ളവർക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഡയോജീസിനെ പോലെ പകൽ വെളിച്ചത്തിൽ റാന്തൽ വിളക്കേന്തി സഞ്ചരിച്ച മഹാരഥന്മാർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നാം ഇന്ന് ഈ ആരാധനയിൽ സുവിശേഷത്തിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ച് ധ്യാനിക്കുകയാണ്. വിശുദ്ധനായ മർക്കോസ് എവങ്കലിസ്ത എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അസാധാരണമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് ക്രിസ്തു ശിഷ്യന്മാരെ ഈരണ്ടീരണ്ടായി അയക്കുകയാണ്. അവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ ചെയ്യേണ്ടുന്ന ശുശ്രൂഷകളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ബോധ്യത്തോടെ അവരെ യാത്ര അയക്കുമ്പോൾ അവർക്ക് നൽകിയ ഒരു കരുത്ത് ഒന്നു മാത്രമായിരുന്നു. ആ കരുത്ത് ഇങ്ങനെയാണ് അവരോട് താൻ ഓർമ്മിപ്പിച്ചത്: തനിക്ക് മുമ്പായി താൻ അവരെ ഗ്രാമങ്ങളിലേക്ക് അയച്ചു. തനിക്ക് മുമ്പായി താൻ അവരെ ഗ്രാമങ്ങളിലേക്ക് അയച്ചു. പലപ്പോഴും നാം ആയിരിക്കുന്ന ഒരു സമൂഹത്തിൽ വിചാരണ എന്ന് പറയുന്നത് ഇന്ന് വളരെ അതിരുകൾ ലംഘിക്കുന്ന ഒരു വസ്തുതയാണ്. വിസ്താര ഭയത്താൽ ഞാൻ എൻ്റെ വാക്കുകളെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും പുറം കാഴ്ചകളിൽ നമ്മളുടെ ശ്രദ്ധ വളരെ താല്പര്യപൂർവ്വം ഊന്നിക്കൊണ്ട് ഉൾക്കാഴ്ചകൾ കുറഞ്ഞു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായി തീരുന്നുണ്ടോ ഇല്ലയോ എന്ന് ശങ്കിക്കുന്ന ഒരു കാലം. എന്നാൽ ക്രിസ്തു ശിഷ്യന്മാർ പുറം കാഴ്ചകളിലേക്ക് തങ്ങളുടെ കണ്ണും കാതും കൊടുക്കാതിരിക്കുവാൻ കൃത്യമായ ബോധ്യങ്ങളിലൂടെ ക്രിസ്തു അവരെ അയക്കുകയാണ്. കൈക്ക് വടിയല്ലാതെ വേറെ ഒന്നും വേണ്ട, സഞ്ചി വേണ്ട, വസ്ത്രം ഒന്നു മതി, ചെരുപ്പ് വേണ്ട, പണശീല വേണ്ട. തങ്ങളുടെ ശ്രദ്ധയെ പുറം കാഴ്ചകളിലേക്ക് കെട്ടുന്ന ബന്ധനങ്ങളെ ഒന്നും വേണ്ട. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വാട്സാപ്പോ ഫേസ്ബുക്കോ സോഷ്യൽ മീഡിയയോ ഒന്നുമില്ലാതെ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരു ക്ഷണം എന്നൊക്കെ നമുക്ക് പറയാം. ഇന്ന് പലപ്പോഴും എന്നെ പോലെയുള്ളവരൊക്കെ ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തിൽ പെട്ടുകിടക്കുന്നവരാ. എപ്പോഴും അതുമായി ഇങ്ങനെ ചേർന്ന് നിന്ന് പുതിയ പുതിയ വാർത്തകളും പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയമായ കേൾവികൾക്കുമായി ശ്രദ്ധിക്കുന്ന ഒരു ലോകത്ത് പുറം കാഴ്ചകളിലേക്ക് ശ്രദ്ധ വേണ്ട എന്ന ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, ഒരു ഉൾക്കാഴ്ച ഉണ്ടായിരിക്കണം. ഈ ഉൾക്കാഴ്ച വളരെ ശക്തമായ ഒരു ബോധ്യത്തിലേക്ക് തനിക്ക് മുമ്പായി താൻ അയച്ച വ്യക്തിയാണ് എന്ന ഒരു ബോധ്യം. പലപ്പോഴും ഈ ഒരു ബോധ്യം പുരോഹിതരിലും വിശ്വാസി സമൂഹത്തിലും ഇന്ന് നഷ്ടമായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നാം ഈ തിരുവചനത്തെ ധ്യാനിക്കുന്നത്. തനിക്ക് മുമ്പായി തൻ്റെ നാമത്തിൽ അയക്കപ്പെട്ട വിശുദ്ധ ജനം, തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം എന്ന ഒരു ബോധ്യം ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും വീണ്ടെടുക്കുന്ന ഒരു സമയത്ത് മാത്രമാണ്
നാം ആയിരിക്കുന്ന ഒരു സമൂഹത്തിൽ ചലനമുണ്ടാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. പലപ്പോഴും കൃത്യമായി ഈ വേദഭാഗം എന്നോടും നിങ്ങളോടും സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ബോധ്യമുണ്ട്. ധാരാളം തവണ കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ്. ഒത്തിരി അച്ഛന്മാർ, ഒത്തിരി മേൽപ്പെട്ടക്കാർ ഈ വചനം ഞങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാ. ഈ അച്ഛൻ അധികം സമയം മെനക്കെടുത്താതെ വിശുദ്ധ കുർബാന പൂർത്തീകരിച്ചുവെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മടങ്ങിപ്പോകാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഈ ആരാധനയിൽ ദൈവം എന്നോട് ഇടപെടുവാൻ തക്കവണ്ണം ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വചന കേൾവിയിൽ തുടരാം. ജോൺ ഓഫ് ആർക്കിനെ പറ്റി നാം കേട്ടിട്ടുണ്ട്. ജോൺ ഓഫ് ആർക്ക് രാജാവിനോട് കലഹിച്ചു കൊണ്ടിരുന്ന നാളുകളിൽ രാജാവ് ജോൺ ഓഫ് ആർക്കിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം നിന്നോട് മാത്രം സംസാരിക്കുന്നത്? ദൈവം നിന്നോട് മാത്രം എങ്ങനെയാ സംസാരിക്കുന്നത്? അവൾ ശാന്തമായി രാജാവിന് മറുപടി നൽകി, ദൈവം അങ്ങയോടും സംസാരിക്കുന്നുണ്ട്, ദൈവം അങ്ങയോടും സംസാരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങേക്കത് കേൾക്കാൻ കഴിയുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അങ്ങേക്ക് ദൈവം സംസാരിക്കുന്നത് കേൾക്കേണ്ടി വന്നാൽ പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. ദൈവം സംസാരിക്കുന്നത് കേൾക്കേണ്ടി വന്നാൽ പലതും നഷ്ടപ്പെടുത്തേണ്ടി വന്നേക്കാം. ആയതുകൊണ്ട് കേൾക്കാതിരിക്കുന്നതാണ് ഉചിതമെന്ന് അങ്ങ് ചിന്തിക്കുന്നു. ഈ ഒരു സമൂഹത്തിൽ ദൈവം എന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയും ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ ഞാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോൾ പലതും നഷ്ടപ്പെടുത്തുവാൻ ദൈവം നമ്മെ നിർബന്ധിക്കും. പലതും ഉപേക്ഷിക്കുവാൻ, പലതും വേണ്ട എന്ന് വയ്ക്കുവാൻ, പലതിൻ്റെയും ഭാഗമല്ലാതായി മാറി നിൽക്കുവാനൊക്കെ ദൈവം എന്നെ പ്രേരിപ്പിച്ചേക്കാം. അവിടെയാണ് ഉൾക്കാഴ്ച ശക്തമാകുന്നത്. പുറം കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം എന്നോട് സംസാരിക്കുന്ന ചില ഉൾക്കാഴ്ചകൾക്കായിട്ട് ഈ ആരാധന മധ്യേ നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കാം. സുവിശേഷം സ്വീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ടല്ല തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ജീവസന്ധാരണത്തിന് അടിസ്ഥാനപരമായുള്ള എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് സുവിശേഷം വഹിക്കുവാനും സുവിശേഷം കൈമാറുവാനും ദൈവം നൽകുന്ന വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ. പലപ്പോഴും ആ ഇടങ്ങളിൽ എന്നെ പോലെയുള്ളവർ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ശങ്കിക്കേണ്ടുന്ന ഒരു കാലത്ത് ജീവസന്ധാരണത്തിനുള്ളതിനേക്കാൾ ഉപരിയായി ദൈവത്തെ കാണുവാൻ, ദൈവ സാമീപ്യത്തെ തിരിച്ചറിയുവാനുള്ള ഉൾക്കാഴ്ചയ്ക്കായിട്ട് ഈ ആരാധനയിൽ നമുക്ക് സംബന്ധിക്കാം. പരിശുദ്ധ അമ്മയുടെ ഓർമ്മക്കാലമാണ്. നമ്മളെല്ലാവരും ചേർന്ന് പാടാം. മറിയാമിൻ സ്മരണം വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ. തൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മ ഫലങ്ങളാൽ നിറച്ച ദൈവജനത്രിയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നാം ആവോളം ആസ്വദിക്കുന്ന ഒരു കാലഘട്ടം. മറിയാമിൻ്റെ ജീവിതം എന്നെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് പ്രസക്തമായി തീരുന്നതിന് ചില കാരണങ്ങളുണ്ട്. കൃപ നിറഞ്ഞവളുടെ ജീവിതശൈലി അത് വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ടുന്ന ഒന്നാകുന്നു. കൃപ നിറഞ്ഞവളുടെ സാന്നിധ്യം, മാധ്യസ്ഥം, അനുഗ്രഹം നമുക്ക് പ്രസക്തമായി തീരുന്നത് പോലെ തന്നെ കൃപ നിറഞ്ഞവളുടെ ജീവിതശൈലി ഈ കാലഘട്ടത്തിന് തന്നെ ഒരു വെല്ലുവിളിയാണ്. ഇന്ന് സഭ ലോകത്താൽ മുങ്ങിത്താഴുന്ന ഒരു കാലഘട്ടത്തിൽ മാതാവിൻ്റെ ജീവിത മാതൃകകളെ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്താൽ പ്രചോദിതമായി ദൈവത്തെ അനുസരിക്കുന്ന സമർപ്പിത ബോധമുള്ള ഒരു സമൂഹമായി രൂപാന്തരപ്പെടേണ്ടുന്ന ഒരു കാലഘട്ടം. മാതാവിൻ്റെ ജീവിത മാതൃകകൾ അനുവർത്തിക്കുവാൻ, പരിശീലിക്കുവാനുള്ള ഒരു പരിശീലന കാലമായി ഈ നോമ്പിൻ്റെ കാലം നമുക്ക് രൂപാന്തരപ്പെടുത്തുവാൻ, വേർതിരിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ദൈവത്തിനു മുൻപാകെയുള്ള അനുസരണം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്ന ഓർമ്മപ്പെടുത്തലിൽ തളർന്നു പോകുന്നില്ല. കുരിശിന്റെ ചുവട്ടിൽ പോലും വികാരത്താൽ
വികാരവിക്ഷോഭത്താൽ നഷ്ടപ്പെട്ടു പോകുന്നതല്ല. തൻ്റെ ജീവിതത്തിൽ ദൈവം ഏൽപ്പിച്ച കടമകളെ, അതിൻ്റെ സാധ്യതകളെ അങ്ങേയറ്റം അന്ത്യത്തോളം നിർവഹിക്കുവാൻ പരിശുദ്ധ അമ്മ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഈ ഒരു ബോധ്യം പരിശുദ്ധ അമ്മ മറിയത്തോട് ചേർന്ന് നിന്ന് പരിശീലിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ എന്നെയും നിങ്ങളെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥനാശംസകളോടെ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശീർവദിക്കട്ടെ.